ഈ ഒരു റിസോർട്ടിലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതിനുശേഷം ഇവിടെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ 2 ബെഡ്റൂം കോട്ടേജാണ്. അതിൻ്റെ ഔട്ട്ഡോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു ബാൽക്കണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ബാൽക്കണിയാണ്. നേരെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു റിവർ വ്യൂ അതേപോലെ തന്നെ നല്ലൊരു ഫോറസ്റ്റ് വ്യൂ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. കപ്പിളോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. കോട്ടേജിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ വരുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയിൽ ടെലിവിഷൻ അതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടേബിൾ, ഇലക്ട്രിക് കെറ്റിൽ, ടീ സപ്ലൈസ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സോഫയും ഒരു മിനി ടേബിളും ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. 2 റൂമുകളാണ് ഈ ഒരു കോട്ടേജിൽ വരുന്നത്. അതിലാദ്യത്തെ റൈറ്റ് സൈഡിൽ വരുന്ന റൂം നമുക്ക് കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. റൂമിൽ എ സിയും അതേപോലെ തന്നെ ഷെൽഫും കൊടുത്തിരിക്കുന്നത് കാണാം. ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ചാർജിങ് പോയിൻറ്റ്, മിനി ടേബിൾ എന്നിവ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെലിഫോണും കൊടുത്തിരിക്കുന്നത്. റൂമിലായിട്ടൊരു വലിയ മിററും കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഗ്ലാസ് വിൻഡോ ആണ് വരുന്നത്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മിറർ, വാഷ് ബേസ് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബാത്റൂം കീപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ റൂമിലേക്ക് വരുവാണെങ്കിലും ആദ്യം കണ്ടിരിക്കുന്ന റൂമിൽ അതേ ഫെസിലിറ്റീസാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബെഡൊക്കെ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ചാർജിങ് പോയിൻറ്റും അതേപോലെ തന്നെ സാധനങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ്, അതേപോലെ തന്നെ മിറർ, പിന്നെ എ സി, ഫാൻ എന്നിവ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂമിലും മിറർ അതേപോലെ തന്നെ വാഷ് ബേസ്, വാട്ടർ ഹീറ്റർ, ടവൽസ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ബെഡ്റൂം കോട്ടേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് സിംഗിൾ ബെഡ്റൂം കോട്ടേജ്. നമുക്കുള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലാണ്. അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 2 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ മുന്നിലുള്ള ഈ ഒരു റിവറിൻ്റെ വ്യൂവും അതേപോലെ തന്നെ ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. ഈ കോട്ടേജിലെ ലിവിങ് ഏരിയയിലാണ് ആദ്യം നമ്മൾ വരുന്നത്. ഇവിടെ സോഫ, മിനി ടേബിൾ, അതേപോലെ തന്നെ ടെലിവിഷൻ, വൈഫൈ, നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ ചെറിയൊരു ടേബിളും 2 ചെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിരിക്കുന്നത് കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബെഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 മിനി ടേബിളും ചാർജിങ് പോയിൻറ്റും അതേപോലെ തന്നെ റൂമിൽ എ സി, ഫാൻ, സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫും പിന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെലിഫോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂമിൽ ഒരു മിററും കൊടുത്തിരിക്കുന്നത് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന് എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോട്ടേജിൻ്റെ ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള ഈ ഒരു പുഴയുടെ വ്യൂ, അതിനപ്പുറത്തുള്ളൊരു കാടിൻ്റെ വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. വളരെ നല്ല തണുത്ത കാറ്റും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ റിലാക്സ് ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലെ 2 ബെഡ്റൂം കോട്ടേജും അതേപോലെ തന്നെ സിംഗിൾ ബെഡ്റൂം കോട്ടേജും കണ്ടു കഴിഞ്ഞതാണ്. 2 കോട്ടേജിലും എ സി വരുന്നുണ്ട്. അതേപോലെ ടോട്ടൽ 8 റൂമുകളാണ് വരുന്നത്. അതായത് 4 സിംഗിൾ കോട്ടേജുകളും 2 ബെഡ്റൂമിൻ്റെ 2 കോട്ടേജും വരുന്നുണ്ട്. അതിന് പുറമെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, സ്വിമ്മിംഗ് പൂള്, വലിയൊരു ഗ്രൗണ്ട്, എന്തെങ്കിലും ഇവൻറ്റ്സോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് നടത്താനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അത്രയും നല്ല സൗകര്യം ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഡൈനിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഏകദേശം 32 പേർക്ക് വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ളൊരു അടിപൊളി ആംബിയൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വയനാട്ടിലെ തന്നെ ഇതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട റിസോർട്ടുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റിസോർട്ടുകളായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.